ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരുടെ ഒരു പ്രശ്നമാണ്, കൂടുതൽ വിഭാഗം പേരും കമന്റ് ചെയ്യുന്നതാണ് ഈ കൈയും കാലൊക്കെ ഫുള്ളായിട്ട് കറുത്തിരിക്കുക, അതായത് ഫേസിനൊക്കെ കൂടുതലായിട്ട് ഡള്ളായി ഫീൽ ചെയ്യുന്ന കൈയും കാലുമാണെന്നുള്ളത് കേട്ടോ. ചിലർക്ക് ഓപ്പോസിറ്റ് ആവും, പക്ഷെ കൂടുതൽ പേര് എനിക്ക് ഇങ്ങനെയാണ് കമന്റ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും 100% നിങ്ങൾക്ക് റിസൾട്ട് ഫീൽ ചെയ്യുന്ന പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും, അതേപോലെ റിസൾട്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഫേസും ബോഡിയൊക്കെ ഒരേ കളർ നന്നായിട്ട് എസ്പെഷ്യലി നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യുന്ന ഒരു ക്രീമാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റണ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും എളുപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഫുൾ ബോഡി ബ്രൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ ലോഷൻ അല്ല, ഇത് ക്രീമാണ്. ആക്ച്വലി ക്രീം എന്ന് പറയാം, ക്രീമാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോണത്. അപ്പൊ ആക്ച്വലി ഞാനിതൊരു 2 ആഴ്ച മുന്നേ തുടങ്ങി ട്രൈ ചെയ്തു. ഇത് നമുക്ക് ഇതിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും ഇത് നമ്മളിപ്പോൾ എല്ലാം ട്രൈ ചെയ്യുമ്പോൾ, പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാനിത് എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഇത് എന്താണ് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റീസൺ കൂടി പറയാം കേട്ടോ. അപ്പൊ ഇത് ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നോക്കുക, കാണുക, എങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പൊ ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു നനവൊന്നും ഇല്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ബൗളോ എടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെൽ എടുക്കാം. കൂടുതലും ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ സൂക്ഷിക്കാൻ പറ്റണത് നമുക്ക് ഇങ്ങനെ മേടിക്കണം അലോവേര ജെൽ. അപ്പൊ നമ്മൾ നിലാസെർപ്സിന്റെ അലോവേര ജെൽ 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടത് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ്. അത് 30 രൂപയ്ക്ക് കിട്ടും. കഴിഞ്ഞ സാരോ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് 78 രൂപയ്ക്കൊക്കെ മേടിച്ചോന്ന്. അത് 30 രൂപയ്ക്ക് കിട്ടും. ഓൺലൈനിൽ 3 രൂപയും കൂടി കൂടിയിട്ട് 33 രൂപ ആമസോണിൽ ഉണ്ടായിരുന്നു. ഞാനിത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച 30 രൂപയ്ക്കാണ് കിട്ടാട്ടോ ഒരു ഷീറ്റ്. അപ്പോൾ നമ്മൾ അതിന്റെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. വിറ്റമിൻ ഇ രാത്രി നമ്മൾ അപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വിറ്റമിൻ ഇയുടെ മോയ്സ്ചറൈസറോ കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി നമ്മുടെ കൈയും കാലുമൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതാ. നമ്മളിപ്പോ എസ്പെഷ്യലി നമ്മൾ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ആണ്, അത് ഒരുപാട് നമുക്ക് ഗുണം ചെയ്യും. 4 എണ്ണം നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം, ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ട്രൈ ചെയ്തു, നമ്മുടെ ഗ്ലൂട്ടാത്തിയോൺ ഓയിൽ. ഇത് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇതിന് തൊട്ട് മുന്നേ ചെയ്ത വീഡിയോ നോക്കിയാൽ മതി. ഈ ഓയിലിന്റെ കറക്റ്റ് പ്രിപ്പറേഷൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറയാൻ കാരണം, ഇത് നമ്മൾ രാത്രി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് കുളിക്കണേന്ന് ചപ്പ നമ്മൾ തേച്ച് അങ്ങനെ കഴുകി കളയല്ലേ. അപ്പൊ ഇത് ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കുളിക്കുമ്പോൾ ജസ്റ്റ് കുറച്ചു നേരം വെക്കും. അപ്പൊ ഞാൻ ഓർത്തു ഇത് നമുക്കൊരു ക്രീം ആയിട്ട് റെഡിയാക്കിയിട്ട് നമുക്ക് രാത്രി ഫുള്ള് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ലേ. അങ്ങനെ ആലോചിച്ചപ്പോഴേ എണ്ണ തേച്ച് കിടക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര റിസ്ക് ആണ്. നമുക്ക് എണ്ണ തേച്ച് നമുക്കൊന്നും പറ്റില്ല കിടക്കാനൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ക്രീം ബേസ്ഡ് ആകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി പോവും. അതിനൊക്കെ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് ക്രീമായിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓയിൽ കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊരു ക്രീം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 3 ഇൻഗ്രീഡിയന്റ്. ഇനിയിപ്പോ നിങ്ങൾക്ക് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് 2 അലോവേരയും ഈ ഒരു ഓയിൽ മാത്രം മതി കേട്ടോ. കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തത്. ഇതുപോലെ നമുക്കൊരു ക്രീമായിട്ട് കിട്ടും. ആദ്യം നിങ്ങൾ 2 ടീസ്പൂണിലൊക്കെ ചെയ്താൽ മതി അലോവേര എടുത്തിട്ട്. ഇത് നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. രാത്രി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കിടക്കുന്നതാണ്. നെക്കിലും ഒക്കെ ഇടാം. ഫേസിൽ ഞാൻ പറയില്ല കേട്ടോ, കാരണം ഇതിൽ ഓയിൽ ആയതുകൊണ്ട് തന്നെ കുരു വരെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് നമ്മളൊരു ബോട്ടിലോ ജാറിലാക്കിയിട്ട് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞാൻ എപ്പോഴും ചെയ്യാം, ഇത് രാത്രി കിടക്കാൻ നേരത്താണ് കയ്യും കാലും നെക്കിലും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ആ ഒരു നെക്കിൽ ഡാർക്ക്നെസ്സും പിന്നെ നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ നെക്കൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു വരില്ല, അതിനൊക്കെ ഒരുപാട് പ്രിവെന്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ തന്നെ രാത്രി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനേ വേണ്ട, ടാനിന്റെ ടെൻഷൻ. അപ്പൊ എന്തായാലും ഞാൻ ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്തുകൊണ്ടാണ് ഞാനിത് 2 ആഴ്ച മുന്നേ ട്രൈ ചെയ്തെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ ഗ്ലൂട്ടാത്തിയോൺ ഓയിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ തന്നെ കഴുകിക്കളഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിപ്പോ ട്രിപ്പൊക്കെ പോയിട്ട് കൈയും കാലൊക്കെ അത്യാവശ്യം ടാൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പൊ നമുക്ക് പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, എണ്ണ ഇടുന്നുണ്ട്. എന്നാലും നമുക്ക് രാത്രി ഇങ്ങനെ വേഗം റിസൾട്ട് കാണാൻ വേണ്ടി പെട്ടെന്ന് കൈയും കാലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡള്ളും അതുപോലെ തന്നെ കുറച്ചൊരു ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടുവരുമാതിരിയായിട്ട് അങ്ങനെ ആയിട്ടിരിക്കണം. അപ്പൊ എനിക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നിയപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കിത് ബുദ്ധി ഉദിച്ചത്.
നമുക്ക് ഈ ഒരു ഓയിൽ നമുക്കൊരു ക്രീമായിട്ട് എന്തുകൊണ്ട് ചെയ്ത് നോക്കിക്കൂടാ. അങ്ങനെ നമ്മൾ ഒരാഴ്ച കൂടുതലായിട്ടുണ്ട്, അപ്പൊ ഏകദേശം 2 ആഴ്ചയുടെ അടുത്തേക്ക് ആവുന്നു. അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, വർക്ക് ആവുന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട്, അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ, കുറച്ചെന്നെ മതി, ഇത്ര മതി. അപ്പൊ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്കിത് കുളി കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് രാത്രി കിടക്കാൻ നേരത്തെ. അപ്പൊ ഞാൻ ചെയ്യണത് കുളി കഴിയുമ്പോൾ ഞാൻ നിലാസർത്തിന്റെ നമ്മുടെ എന്താ പറയാ നമ്മുടെ അൽമണ്ടിന്റെ ലോഷൻ ഉണ്ട്, അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കുളി കഴിഞ്ഞിട്ട് അത് ചെയ്യും. പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ ഇത് നമ്മൾ ബെഡിന്റെ അവിടെ വെച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ഇതുമാതിരി കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുൾ ബോഡിയിൽ. ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. പിന്നെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമുക്കൊരു ഡ്രൈനെസ്സും ചുളിവൊക്കെ തോന്നില്ല, നമ്മൾ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്തത്, ആഡ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പൊ നമ്മളിങ്ങനെ തേച്ച് കൊടുത്തു. അപ്പൊ ഇതാണ്ടില്ലേ, നല്ലൊരു മോയ്സ്ചറൈസിങ് ആവും, നല്ല നമുക്ക് ആ ഒരു എണ്ണ തേച്ച പോലെ തോന്നില്ല കേട്ടോ. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കുറച്ചുമ്പോൾ അബ്സോർബായി പോവും നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ട് തേച്ച് കഴിഞ്ഞാൽ. നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ട് തേക്കാം. ഇല്ല, ഞാൻ മെയിനായിട്ട് കൈയും കാലും രാത്രി കിടക്കാൻ നേരത്ത് ആ ഒരു ക്രീം നമ്മൾ എന്തെങ്കിലും ഇടണേ പകരം ഇതങ്ങനെ ഇട്ട് കൊടുക്കും. നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് ഒക്കെ കിട്ടും, ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറും, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒന്നും കാണില്ല, നമ്മൾ നോർമലായിട്ട് അങ്ങനെ തന്നെ ക്രീമൊക്കെ തേച്ച് വിട്ടില്ല, അതുപോലെ വിട്ടാൽ മതി, കഴുകിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്രയുള്ള ക്രീമിന്റെ ഒരു അപ്ലൈ ചെയ്യുന്ന വിധം. നിങ്ങൾക്ക് ഫുൾ ബോഡി ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഗ്ലൂട്ടാത്തിയോൺ ഓയിലിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി. അതുപോലെ തന്നെ അത് ഒരുപാട് പേർക്ക് ബ്രൈറ്റനിങ് ആയിട്ടും നമുക്ക് ടാനൊക്കെ മാറി നന്നായിട്ട് ബ്രൈറ്റൻ ഒക്കെ ആവുന്ന ഒരു ഓയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ രാത്രിയൊക്കെ, അപ്പൊ അതിന്റെ റിസൾട്ടും കൂടി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഫേസിൽ ഇടുമ്പോൾ നിങ്ങൾ റിസ്കിൽ വേണം ചെയ്യാനായിട്ട്, പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട് ഇതിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്തുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എടുത്ത് പറയാം കേട്ടോ, ഫേസിൽ ചിലർക്ക് ഇത് കാണുമ്പോൾ ഇടണമെന്ന് തോന്നും, പക്ഷേ നിങ്ങൾക്ക് ഓയിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ട്രൈ ചെയ്യേ വേണ്ട കേട്ടോ. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ തീരെ ചെയ്യരുത്, കുരു വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. എനിക്ക് വർക്കായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് വന്നിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പൊ ഞാനും ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കുറച്ചും കൂടി നാളെ യൂസ് ചെയ്തിട്ട് എന്തായാലും പറയാം. അപ്പൊ നിങ്ങളും നിങ്ങളുടെ കയ്യിൽ എണ്ണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അലോവേര മതിയല്ലോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.